എത്ര കടമുണ്ടോ ആ കടത്തിൽ നിന്ന് നിങ്ങളെയൊക്കെ മോചിപ്പിക്കാൻ വളരെ സാധ്യതയുള്ള ഒരു മന്ത്രമാണ്. അതുപോലെ തന്നെ നമുക്ക് ചുറ്റും അനാവശ്യമായ ശത്രുക്കളെ നമ്മൾ ബന്ധപ്പെട്ട് നിൽക്കുക, നമുക്കെതിരായി നിൽക്കുന്ന ബന്ധുജന വിരോധം ഉണ്ടാവുക, അയൽവക്കംകാരുടെ ശത്രുത ഉണ്ടാവുക, ഓഫീസിൽ ശത്രുത ഉണ്ടാവുക, അങ്ങനെയുള്ളവർക്കൊക്കെ ജപിക്കാൻ പറ്റുന്നതാണ്. നമസ്കാരം, കൈപ്പേശ്ശേരി ഗോവിന്ദമ്പുരി. നമ്മള് എല്ലാ ദിവസവും നിർബന്ധമായി പ്രാർത്ഥിക്കുന്ന മൂർത്തികളെ കുറിച്ചൊക്കെ നമ്മൾ നിരവധി തവണ സംവദിച്ചിട്ടുണ്ടെങ്കിലും നമ്മുടെ ജീവിതത്തില്, നമ്മുടെ കുടുംബത്തില്, നമ്മുടെ സമസ്ത കാര്യങ്ങളിലും എന്നും ഐശ്വര്യം നിൽക്കുന്ന, ക്ഷിപ്രപ്രസാദിയായി നിൽക്കുന്ന ഒരു ഭഗവാൻ ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും പറയുകയാണ്, നരസിംഹമൂർത്തി. അതായത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നരസിംഹമൂർത്തിയുടെ അവതാരം നമുക്കറിയാം. പ്രഹ്ലാദന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടത് അദ്ദേഹം ക്ഷിപ്രപ്രസാദിയായിട്ടാണ്. പെട്ടെന്ന് തന്നെ പ്രാർത്ഥിച്ച ഉടനെ അദ്ദേഹം പ്രസാദിച്ചു. നമ്മുടെ ജീവിതത്തിനകത്ത് ഓരോ ദിവസവും നമ്മുടെ ഓരോ തുടക്കങ്ങളാണ്. ഓരോ ദിവസവും നമ്മുടെ ഓരോ നല്ല കാര്യങ്ങളും ചീത്ത കാര്യങ്ങളും വരാൻ പറ്റിയ ദിവസങ്ങളാണ്. അപ്പൊ രാവിലെ തൊട്ട് വൈകുന്നേരം വരെയുള്ള എല്ലാ ദിവസവും ശുഭമായിരുന്നാൽ ജീവിതാവസാനം വരെ ശുഭമായിരിക്കും എന്നുള്ളതാണ് നമ്മുടെ സങ്കല്പം. അങ്ങനെയാണ് നമ്മുടെ കാര്യം. ഓരോ ദിവസത്തിനും എന്തൊക്കെ നടക്കും എന്നുള്ള പ്രാധാന്യങ്ങൾ ഓരോ ദിവസവും നടക്കുന്ന ചിലപ്പോൾ അതിപ്രാധാന്യമായ പല കാര്യങ്ങളും നടക്കാം. അപ്പം ശരിക്കും പറഞ്ഞാൽ എല്ലാ ദിവസവും വെറുതെ മനസ്സുകൊണ്ട് നരസിംഹസ്വാമി ഒന്ന് തൊഴുതാൽ പോലും ആ ദിവസം നിങ്ങൾക്ക് അതിഗംഭീരമായി മാറുന്നു എന്നാണ്. വെറുതെ മനസ്സുകൊണ്ട് അദ്ദേഹത്തെ സ്മരിച്ച് അദ്ദേഹത്തിന്റെ രൂപം മനുഷ്യന്റെ ഉടലും സിംഹത്തിന്റെ തലയുമായി നിൽക്കുന്ന ആ നരസിംഹത്തെ പ്രാർത്ഥിച്ചൊന്ന് തൊഴുത്, എന്റെ നരസിംഹമൂർത്തെ എന്നെ അനുഗ്രഹിക്കണേ, എന്നെ ഇന്നത്തെ ദിവസം അനുഗ്രഹിക്കണേ എന്ന് മാത്രം പ്രാർത്ഥിച്ചാൽ അതിനു പോലും ഭയങ്കര ശക്തിയാണ്. അതുപോലെ തന്നെ നരസിംഹ മന്ത്രം, ഉഗ്രം വീര മഹാവിഷ്ണം, നിങ്ങൾക്കറിയാവുന്നതാണ്. ആ നരസിംഹ മന്ത്രം എത്ര കടമുണ്ടോ ആ കടത്തിൽ നിന്ന് നിങ്ങളെയൊക്കെ മോചിപ്പിക്കാൻ വളരെ സാധ്യതയുള്ള ഒരു മന്ത്രമാണ് ഈ ഉഗ്രം വീര മഹാവിഷ്ണം ജലന്തം സർവതോമുഖം എന്നുള്ള ആ നരസിംഹത്തിന്റെ മന്ത്രം. എത്ര കടമുണ്ടെങ്കിലും കടത്തിൽ നിന്നൊക്കെ പതുക്കെ 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 നിങ്ങളെ രക്ഷിച്ചുകൊണ്ട് വരും. അതുപോലെ തന്നെ ഒരുപാട് ഭയമുണ്ടെങ്കിൽ, നമുക്ക് അകാരണമായ ഭയമുണ്ട്, അതിനിപ്പോ വിദ്യാർത്ഥികള്, പഠിക്കുന്ന കുട്ടികള്, ടെസ്റ്റിന് പോകുന്നവര്, യാത്രയ്ക്ക് പോകുന്നവര്, അങ്ങനെ പല കാര്യങ്ങൾക്കും ഭയപ്പാട് കൂടുതലവർക്ക് നരസിംഹ മന്ത്രം അതിഗംഭീരാണ്. സംശയമൊന്നുമില്ല, ഭയങ്കരമായിട്ട് മാറ്റം ഉണ്ടാവും. അതുപോലെ തന്നെ നമുക്ക് ചുറ്റും അനാവശ്യമായ ശത്രുക്കളെ നമ്മൾ ബന്ധപ്പെട്ട് നിൽക്കുക, നമുക്കെതിരായി നിൽക്കുന്ന ബന്ധുജന വിരോധം ഉണ്ടാവുക, അയൽവക്കംകാരുടെ ശത്രുത ഉണ്ടാവുക, ഓഫീസിൽ ശത്രുത ഉണ്ടാവുക, അങ്ങനെയുള്ളവർക്കൊക്കെ ജപിക്കാൻ പറ്റുന്നതാണ് നരസിംഹമന്ത്രം. ശത്രുതയുടെ പൂർണ്ണ അവസാനമാണ്. ശത്രുതയ്ക്ക് വേറൊരു കാര്യമേ നോക്കട്ടെ, ശത്രു സംഹാരത്തിൽ നല്ല. ശത്രു സംഹാരം എന്ന് പറഞ്ഞാൽ കൊല്ലുക എന്ന അർത്ഥമൊന്നുമല്ല, നമുക്കെതിരെയുള്ള വിരോധമായി നിൽക്കുന്ന കാര്യങ്ങൾ ഇല്ലാതാക്കുക. പഞ്ചഭൂതങ്ങളിൽ വായു ഭഗവാന്റെ നക്ഷത്രമായ ചോതി നക്ഷത്രം വളരെ കേമാണ് നരസിംഹത്തിന്. എല്ലാ മാസത്തിലും മലയാള മാസത്തിൽ ചോതി നക്ഷത്രത്തിൽ നരസിംഹമൂർത്തിയുടെ അമ്പലം എവിടെയുണ്ടോ അവിടെ പോയി പ്രാർത്ഥിക്കുക, വഴിപാട് കഴിക്കുക, ഏറ്റവും നല്ലതാണ്. നരസിംഹമൂർത്തിക്ക് തുളസിമാല അതിഗംഭീരമാണ്. ചുവന്ന പൂക്കൾ സമർപ്പിക്കുന്നത് വളരെ നല്ലതാണ്. കടുംപായസം സമർപ്പിക്കുന്നത് വളരെ നല്ലതാണ്. പാനകം സമർപ്പിക്കുന്നത് വളരെ നല്ലതാണ്. നരസിംഹമൂർത്തിയെ മാസത്തിലെ ചോതികളിൽ എല്ലാ മാസവും മുടങ്ങാതെ, മനസ്സിലാവുന്നുണ്ട്, അതായത് തുടർച്ചയായിട്ട് അദ്ദേഹത്തെ തൊഴാൻ പറ്റുവാണെങ്കിൽ 1 വർഷം തൊഴുക, 2 വർഷം തൊഴുക, അങ്ങനെ ഒരു കാലം വെച്ചിട്ട് ഒരു 12 മാസത്തേക്ക് തൊഴുക. മാസത്തിലെ ചോതി ദശത്തിൽ നരസിംഹമൂർത്തി അങ്ങനെ തൊഴാമെങ്കിലൊക്കെ കുടുംബത്തെ അത് ഉത്തരോത്തര അഭിവൃദ്ധിയാണ്. വെറുതെ അഭിവൃദ്ധിയല്ല, ഉത്തരോത്തര അഭിവൃദ്ധിക്ക് കാരണഭൂതനാക്കും. എല്ലാ ദിവസവും ഈ ഉഗ്രം വീരം ഒരു 12 തവണയോ 24 തവണയോ 36 തവണയൊക്കെ ജപിച്ചിട്ട് നരസിംഹമൂർത്തിയെ നമസ്കരിച്ച് എന്റെ ദോഷങ്ങൾ മാറ്റണേ, ദുരിതങ്ങൾ മാറ്റണേ, നന്മ മാറ്റണേ, ഇത് വളരെ കേമാണ്. ഇതൊന്നും ജപിക്കാൻ പറ്റിയില്ല, നമ്മളൊന്ന് തൊഴുതാൽ മതി. മനസ്സുകൊണ്ട് ഭഗവാനെ എന്നെ ഒന്ന് ഐശ്വര്യപ്രദാക്കണേ, എന്റെ ദുരിതങ്ങൾ മാറ്റണേ എന്ന് പറഞ്ഞാൽ പോലും നരസിംഹസ്വാമി പ്രത്യക്ഷത്തിൽ നമുക്ക് അനുഗ്രഹം നൽകുന്നതാണ്. ഒരു പ്രാർത്ഥനാ സങ്കല്പത്തില് ഈ കലിയുഗത്തില് വൈഷ്ണവാരാധനയ്ക്ക് വളരെ പ്രാധാന്യമുണ്ട്. ആ വൈഷ്ണവത്തില് തന്നെ ക്ഷിപ്രപ്രസാദിയാണ് നരസിംഹമൂർത്തി. ആ നരസിംഹമൂർത്തിയുടെ എന്താ പറയുക, അമ്പലത്തില് നരസിംഹമൂർത്തിക്ക് എന്ത് കൊടുക്കണോ എന്ത് ചെയ്യണോ അതിനൊക്കെ ഇരട്ടി ഫലം നമുക്ക് തിരിച്ചു കിട്ടുമെന്ന് പറയുന്നത് മനസ്സിലാവുന്നുണ്ട്. നമ്മൾ അവിടെ പോയി ഒന്ന് പൂ ഒരുക്കി കൊടുത്താൽ പോലും നരസിംഹമൂർത്തിയുടെ അനുഗ്രഹം അത്ര കേമാണ്. കുറച്ച് പൂ കൊണ്ട് കൊടുത്താലും മതി, അടുത്തൊരു അമ്പലമൊക്കെ ഉണ്ടെങ്കിൽ. കാരണം അതൊക്കെ വളരെ വൈകുണ്ഠം തന്നെയാണ്. നിങ്ങൾ കൈവിടാതെ
ശ്രദ്ധിക്കേണ്ടതാണ്. അടുത്ത ഒരു 10 കിലോമീറ്റർ ഉണ്ടെങ്കിൽ ആഴ്ചയിൽ ഒരിക്കലുമൊക്കെ നരസിംഹത്തെ തൊഴണം. അതിഗംഭീരമാണ്. മനസ്സിലാവേണ്ട സംശയമൊന്നും വേണ്ട. പെട്ടെന്ന് അതിന്റെ ഫീലിങ്സ്, അതിന്റെ ഗുണഗണങ്ങൾ നമ്മളിലേക്ക് വരും. യാതൊരു സംശയവും ഇല്ല. നമ്മൾ ഏതൊക്കെയാണോ നമ്മുടെ ദുരിതങ്ങളായി നമ്മൾ സങ്കല്പിക്കുന്നത്, ആ ദുരിതങ്ങളെ എപ്രകാരം നെയ്യ് വെയിലത്തുരുകോ ചൂടിലുരുകോ അപ്രകാരം അദ്ദേഹം ഉരുക്കി കളയുന്നതാണ്. അങ്ങനെ കൂടെ നിൽക്കും, നമ്മുടെ കൂടെ ഇങ്ങനെ ഇന്നത്തെ ന്യൂ ജനറേഷൻ ഭാഷയിൽ കട്ടയ്ക്ക് നിൽക്കുക എന്നൊക്കെ പറഞ്ഞ പോലെ നമ്മുടെ കൂടെ ഭഗവാൻ നിൽക്കും. അതാണ് ഗംഭീരനാണ് നരസിംഹം. അപ്പൊ നരസിംഹ മന്ത്ര ജപാദികളായാലും നരസിംഹത്തെ മനസ്സിൽ ദർശിച്ചു തൊഴുന്നതായാലും ഏത് ലോകത്തിരുന്ന് നരസിംഹത്തെ തൊഴാലും മാസത്തിൽ ചോതി നക്ഷത്രത്തിലൊക്കെ നരസിംഹസ്വാമിയെ തൊഴുന്നതാണെങ്കിലും നരസിംഹസ്വാമിക്ക് കടുംബായസമോ ചെത്തിപ്പൂ അങ്ങനെ ചുമന്ന പൂക്കള്, തുളസിമാല സമർപ്പണം, ത്രിമുതിരം, കദളിപ്പഴ നൈവേദ്യം ഇത്യാദി വഴിപാട് കഴിക്കുന്നതൊക്കെ നമ്മളിങ്ങനെ പതുക്കെ 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 നമ്മളെ ഒരു സ്ഥലത്ത് കൊണ്ട് എത്തിക്കും. നമ്മുടെ കഷ്ടതകൾ മാറ്റിയിരിക്കുന്ന നരസിംഹസ്വാമി മനസ്സിലാവുന്നുണ്ട്. മാസത്തിൽ ഒന്ന് തൊഴുതോളൂ, അതിന്റെ അനുഗ്രഹം നിങ്ങൾ പറഞ്ഞാൽ കേട്ടോ. നിങ്ങൾ ഓരോ സ്റ്റെപ്പും മുന്നോട്ടല്ലാണ്ട് താഴോട്ട് ആരും വെക്കില്ല. നന്നായിട്ട് മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുന്ന നരസിംഹസ്വാമി പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിക്കും ഒരിക്കലും 1 ഇഞ്ച് പുറകോട്ട് വരേണ്ടി വരില്ല, യാതൊരു സംശയമില്ല. അത്രയ്ക്ക് ശക്തി സ്രോതസ്സാണ്, അത്ര പ്രത്യക്ഷ ദൈവമാണ്, വളരെ പെട്ടെന്ന് നമുക്ക് അനുഗ്രഹം നൽകുന്നതാണ്. അപ്പൊ നരസിംഹ ഉപാസന തന്നെയായിട്ട് നമുക്കത് എടുക്കാവുന്നതാണ്. വൈഷ്ണവത്തിലെ നരസിംഹോപാസന വളരെ കേമാണ്, അതിശക്തമാണ്. കുറെ ആൾക്കാര് നരസിംഹത്തിന്റെ കാര്യം ചോദിച്ചു പലപ്പോഴും എന്നോട് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അവർക്ക് എല്ലാവർക്കും കൂടിയുള്ള മറുപടിയും കൂടിയാണിത്. നരസിംഹസ്വാമി എല്ലാം ഉണ്ട്, അതിനകത്ത് ഒന്നും ഇല്ലാത്തതില്ല. എന്ത് ചോദിച്ചാലും ഉണ്ട്. വിവാഹത്തിന് നല്ലതാണ്, വീട് വെക്കാൻ നല്ലതാണ്, വിദ്യക്ക് നല്ലതാണ്, ജ്ഞാനത്തിന് നല്ലതാണ്, അറിവിന് നല്ലതാണ്, നല്ല ജീവിതത്തിന് നല്ലതാണ്, ദുരിതങ്ങൾ മാറാൻ നല്ലതാണ്. എന്തിനും നരസിംഹ ഒരു അത്യുത്തമാണ്. അതുകൊണ്ട് നരസിംഹോപാസന അല്ലെങ്കിൽ നരസിംഹത്തിന്റെ മനസ്സുകൊണ്ടുള്ള ദർശിക്കല്, മനസ്സുകൊണ്ടുള്ള പ്രാർത്ഥന, നാമജപം പറ്റാവുന്ന അത്രയും ആൾക്കാർ ഇത് കേൾക്കുന്നവർ ചെയ്യുക. നന്നായിട്ട് പോകും. എല്ലാവരും തന്നെ ജപിക്കുന്നവരാണെന്ന് എനിക്കറിയാം. അതൊരു 12, 24, 36 എന്ന് പറയുന്ന സങ്കല്പത്തിൽ ജപിച്ചോളൂ. അദ്ദേഹത്തിന്റെ അനുഗ്രഹങ്ങൾ ഇങ്ങനെ തിരമാല പോലെ വന്നെത്തുന്നു. അത്രയും പെട്ടെന്ന് പ്രത്യക്ഷ ഫലം നൽകുന്നതാണ്. മഹാദേവനെ പോലെ തന്നെ പ്രത്യക്ഷ ഫലം നൽകുന്നതാണ് നരസിംഹത്തിന്റെ ഇത്. അപ്പൊ അതുകൊണ്ട് നരസിംഹസ്വാമി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമസ്കാരം.